ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന മന്ന ദ ഡെയിലി ബ്രെഡ്. ഈ ദിനം മുഴുവൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചന ഭാഗം നമുക്ക് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തെ ദൈവമായ കർത്താവ് മുൻപോട്ട് നയിച്ചത് തൻ്റെ വചനത്തിലൂടെയായിരുന്നു. ദൈവത്തിൻ്റെ വചനമാണ് സൃഷ്ടികർമ്മം നടത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൃഷ്ടികർമ്മത്തിൻ്റെ ഭാഗമായി മാറണം. വാക്കാണ് ദൈവം. ആ വാക്കിലൂടെയാണ് ദൈവം സൃഷ്ടികർമ്മം നടത്തിയതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനും മറ്റൊരാൾക്ക് ജീവൻ പകർന്നു കൊടുക്കുവാനുള്ള കഴിവും കരുത്തും ഉണ്ടാകണം. കരയുന്ന ഒരാൾക്ക് സാന്ത്വനമേകുമ്പോൾ, കണ്ണുനീരൊഴുക്കി നിൽക്കുന്ന ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ സൃഷ്ടികർമ്മത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യത്തിലൂടെ നിങ്ങൾക്ക് ആരെയെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചിലർ പറയും, എനിക്ക് വലിയ സ്നേഹം തോന്നുമ്പോഴാണ്, സ്നേഹിക്കുന്നവർ തിരികെ സ്നേഹിക്കില്ല എന്ന് കരുതുമ്പോഴാണ് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കനിവുള്ള വാക്കുകളേക്കാൾ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ മറ്റൊന്നും ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടില്ല. നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വാക്കുകൾ കൊണ്ട് സൃഷ്ടി പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യവും വെറുപ്പും അസഭ്യമായി നിങ്ങളുടെ അധരങ്ങളിലൂടെ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ സൃഷ്ടികർമ്മത്തിന് എതിരാണ്. ആദിയിലെ അന്ധകാരത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ കൊണ്ട് മറ്റൊരാൾക്ക് ജീവൻ പകർന്നു കൊടുക്കുവാൻ കഴിയണം. കാരണം വാക്കാണ് ദൈവം. നിങ്ങൾ നന്മയുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ക്രിസ്തു നമ്മളിൽ ജീവിക്കും. അതുകൊണ്ട് മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും വാക്കിനെ ചേർത്ത് പിടിക്കുക. വാക്കാണ് ദൈവമെന്നുള്ള പൂർണ്ണബോധ്യത്തിൽ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ ഒരു ദിവസത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയും കൃപയും എന്നെ പൊതിഞ്ഞു നിൽക്കണമേ. ആമേൻ.